ഛത്തീസ്ഗഡ് ഇന്ത്യ മഹാരാജ്യത്തിലല്ലേ? ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല. ഈ കന്യാസ്ത്രീകൾക്കെതിരായ നിയമം കടുപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് ചോദിച്ചപ്പോൾ ഈ ഉത്തരവാദപ്പെട്ട കക്ഷികൾ പറഞ്ഞു, ഞങ്ങൾ ക്രൈസ്തവരാണ്, ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിന്റെ ഒപ്പം കൂടുതൽ മാന്യമായ ശമ്പളം കിട്ടുന്ന ജോലിക്ക് വേണ്ടി പോവുകയാണ്. പക്ഷേ അവരുടെ കരണത്തടിച്ചുകൊണ്ട് ബജരംഗ് ദളിന്റെ പ്രാദേശിക നേതാവ് മൊഴി മാറ്റി പറയാൻ ആവശ്യപ്പെട്ടു. വീണ്ടും വീണ്ടും അവരുടെ കരണത്തടിക്കുന്നത് കണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉപദ്രവം നേരിടേണ്ടതില്ല, ഞങ്ങൾ ഏത് സഹനത്തിനും തയ്യാറാണ്, നിങ്ങൾ അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ആക്രമണത്തിന് ഇരയാകേണ്ടതില്ല. ഈ പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മമാരുടെ ജീവിതത്തിന്റെ നന്മയാണ് വാസ്തവത്തിൽ അവർക്കെതിരായി മൊഴി മാറ്റി പറയാൻ ഈ സാഹചര്യം സൃഷ്ടിച്ചത് എന്നുകൂടി തിരിച്ചറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഭരണകൂടം തെറ്റ് ചെയ്താല് അത് തെറ്റാണെന്ന് പറയാൻ നമ്മൾ തെരുവിലിറങ്ങുന്നതിനെ അധിക്ഷേപിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളില് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾ ശക്തിപ്പെടുന്നു. ചില ക്രൈസ്തവ നേതാക്കളും നിക്ഷിപ്ത താല്പര്യമുള്ള ക്രൈസ്തവ സംഘടനകളും ഇതിന് പിന്തുണ കൊടുത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദയനീയാവസ്ഥയാണ് തോന്നുക. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, അല്ലയോ സഹോദരങ്ങളെ, ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷികളാകുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. അത് നിങ്ങളുടെ പേരിന് ചേർന്ന പണിയല്ല എന്ന് മാത്രം ഓർത്തിരിക്കുക.